മുസ്ലിം ലീഗ് സമസ്ത തർക്കത്തിൽ സമവായമായില്ല. ഇരുപക്ഷവും ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതെയാണ് ഇന്നലത്തെ അനുരഞ്ജന ചർച്ച പിരിഞ്ഞത്. മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ലീഗ് അനുകൂലികൾ മുന്നോട്ട് വെച്ചപ്പോൾ CIC അധ്യക്ഷ പദവി സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒഴിയണമെന്നായിരുന്നു ലീഗ് വിരുദ്ധരുടെ ആവശ്യം. VS രഞ്ജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, ലീഗ് സമസ്ത തർക്കത്തിൽ ഇന്നലെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും, ഇന്നലെ ഒരു മഞ്ഞുരുകുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇരുപക്ഷവും വിട്ടുകൊടുക്കുന്ന മട്ടില്ല അല്ലേ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺകുമാർ, ഒരു താൽക്കാലിക മഞ്ഞുരുക്കം എന്നൊക്കെ പറയാം. കാരണം ഒരു പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ട്. ഏതായാലും റമളാൻ മാസത്തിൽ ആദർശ സമ്മേളനങ്ങളോ നവോത്ഥാന സമ്മേളനങ്ങളോ ഒന്നും നടക്കാത്തതുകൊണ്ട് പരസ്യ പ്രതികരണങ്ങൾ നടക്കാനുള്ള സാധ്യതയുമില്ല. പക്ഷേ ഈ റമളാനിന് ശേഷം ഇത് വീണ്ടും ഉടലെടുക്കാൻ പോകുന്ന പ്രശ്നമാണ് എന്ന് തന്നെയാണ് ഇന്നലത്തെ സമവായ ചർച്ച സൂചിപ്പിക്കുന്നത്. കാരണം ഇന്നലത്തെ സമവായ ചർച്ചയിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയത് അനധികൃതമായിട്ടാണെന്നും മുസ്തഫൽ ഫൈസിയോട് വിശദീകരണം പോലും ചോദിക്കാതെ പുറത്താക്കിയെന്നും ഉമർ ഫൈസി മുക്കത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതുമാണ് ലീഗ് അനുകൂലികൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഉമർ ഫൈസി മുക്കത്തിൻ്റെ രാജിയൊക്കെ ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കണമെന്നൊക്കെ ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഒരു നടപടി എടുക്കാതെ മുസ്തഫൽ ഫൈസിക്കെതിരെ മാത്രം പെട്ടെന്ന് നടപടി ഉണ്ടായതിനെയാണ് ലീഗ് അനുകൂലികൾ എതിർത്തത്. എന്നാൽ അതേ യോഗത്തിൽ ലീഗ് വിരോധികളുടെ പ്രധാനപ്പെട്ട ആവശ്യം സമസ്ത വിലക്ക് ഏർപ്പെടുത്തിയ CIC-യുമായി കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിൻ്റെ ചെയർമാനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോഴും തുടരുന്നു. സമസ്ത വിലക്കിയിട്ടും ആ വിലക്കിയ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടരാൻ പാടില്ല എന്നുള്ളതായിരുന്നു ലീഗ് വിരോധികളുടെ ആവശ്യം. ഈ രണ്ട് ആവശ്യങ്ങളും ആ യോഗത്തിൽ ഉയർന്നു വന്നതല്ലാതെ ഇതിലൊരു തീരുമാനമെടുക്കാൻ ജഫ്രി മുത്തുക്കോയ തങ്ങൾക്കോ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ മാത്രം പ്രഖ്യാപിച്ച് പിരിയുകയാണ് ഉണ്ടായത്. ഒരു ആവശ്യത്തിലും ഒരു അംഗീകാരമോ അല്ലെങ്കിൽ സമവായമോ ഉണ്ടായിട്ടില്ല. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.